ചേട്ടോ എന്താ വെച്ചേട്ടോ ഒരു ഗൗരവം രാവിലെ? ഏ ചോദിക്കാന് മറുപടി പറ. എന്നോടാന്നോ? ആ ഓ എനിക്കൊരു ഗൗരവമില്ല. കൊച്ചാണ്ട് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 93 94 തുടങ്ങാൻ പോവാ. 94 തുടങ്ങുന്ന കൊച്ചാണ്ട് പിന്നെ മലയെന്ന് 2 കിലോമീറ്റർ നടന്ന് ഇവിടെ വരെ എങ്ങനെ വന്ന്? അത് ഒരു കുഴപ്പമില്ല, നല്ല റെഡിയായിട്ട് നടന്നു കഴിഞ്ഞു. അഴിച്ചു പഠിക്കുക. മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ എത്ര ഉണ്ട്? അതെല്ലാം കൂടെ 10 രൂപ വരും. 10 രൂപ വരും. ആ കൊച്ചുമക്കളുടെ മക്കളാ ഇല്ലയോ? പിന്നെ അതാ. കൊച്ചാന്റെ മുഴുവൻ പേര് ചക്രൻ എന്നാണ്, ചക്രപാണി എന്നാണ്. ചക്രപാണി. കൊച്ചാന്റെ സ്ഥലം എവിടെ? ആലയല്ലേ? അച്ഛൻ വീട് മാന്നാറ്. മാന്നാറ്. അമ്മ വീട് വെണ്ണിക്കര. വെണ്ണിക്കര എവിടായിരുന്നു? വെണ്ണിക്കര അമ്പലത്തിന് വടക്കാപ്പുറം. അവിടെ ആയിരുന്നു. ഏത്? ഇടത്തുരുത്തി. അവിടെയാണ് ചേട്ടനൊക്കെ വളർന്ന? അവിടാന്ന്. ആ അവിടുന്ന് പിന്നെ വലിയ അമ്മാച്ചന്മാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അമ്മായി അച്ഛനും മരിച്ചൊക്കെ. ഓ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലോട്ട് വന്നില്ല. എല്ലാം ഒരു കഴിഞ്ഞല്ല. ഞങ്ങളുടെ വെണ്ണിക്കര. അല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 61 ആയതേ ഉള്ളു. അതിന് മുമ്പ് ഒച്ചാൻ്റെ കൂടെ വന്നു. അതിന് മുമ്പ് എന്റെ മൂത്ത മോനിപ്പോ 66 ആയി. സുഖാനോ? 66 ഉണ്ടോ? പിന്നെ എല്ലാം ഇന്നലെ ഉണ്ടായ പിള്ളേർ മാതിരി നമുക്ക് തോന്നുന്നത്. നിനക്ക് എത്ര? 61. ശശി നിനക്ക് കുറച്ച പ്രായം. പിന്നെ നിന്റെ പ്രസവിച്ച് 14 കോടിക്ക് അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വന്നു. പട്ടാളത്തിൽ നിന്ന് വന്ന് എൻ്റെ നിങ്ങളുടെ 14 കോടിക്ക് എൻ്റെ വെണ്ണുമ്പിള്ള പ്രസവിച്ചു. പിന്നെ ആ 14 കോടിയും ഊണും കഴിഞ്ഞ നിങ്ങളുടെ അച്ഛൻ പോയത്. ഇവിടെ പ്രസവം ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസവിച്ച് കണ്ടത്. ശരി, മനസ്സിലായോ? വള്ളത്തിയച്ഛൻ്റെ ആ അതാ അങ്ങനെ ഒരു ചേട്ടൻ അവിടെ പൂത്തൊന്നുമില്ലേ? മിണ്ടത്തില്ലേ? ഞാൻ എപ്പോഴും ആ അങ്ങനെ അവനെ വീട്ടിൽ അറിയില്ലാത്തതിന്. നീ പിന്നെ തടിയറപ്പ് എപ്പോഴായിരുന്നു ചേട്ടാ തുടങ്ങി? അത് വന്ന മുറയ്ക്കാം. പടിഞ്ഞാറിൽ നിന്ന് വന്ന് കല്യാണം കഴിഞ്ഞ നിന്ന മുറയ്ക്കാം. അന്നേരമാണോ? പാനുവച്ചനും എല്ലാം അന്നേ ഉണ്ടായിരുന്നു. പാനുവന് അന്നേരം 5-6 വയസ്സേ ഉള്ളൂ. അത് ശരി. പാനുവച്ചൻ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടാണ് തടിയറപ്പ് തുടങ്ങി. ആണോ? ഞാൻ പിന്നെ കൊണ്ടുപോയതാ. ഇത് ഇങ്ങനെ ഇരിക്കുന്നതിലും ഇതിങ്ങനെ അസ്ഥികൂടം മാതിരി ആണേലും നമുക്ക് തോന്നും അസ്ഥികൂടമാന്ന്. ഞാൻ കാണുമ്പോ മാതിരി ശാമാനം ഇങ്ങനെ ആയിരിക്കുന്നേ. ഇവിടെ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഒരു തിരുവോണത്തിന്റെ നിക്ക വെച്ചേട്ടാ, ഒരു തിരുവോണത്തിന്റെ അന്ന് ഇവിടെ ഒരു ഓണത്തല്ല് നടന്ന്. ഓണത്തല്ല് നടന്നിട്ട് ഈ കക്ഷി ഞങ്ങൾ അങ്ങനെ ചക്രൻ ചാന്ന് വെക്കുമ്പോ ഞങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ അടിയാണ്. ചക്രാച്ച അവിടെ കിടന്നൊരു ഓലമടൽ ഇങ്ങോട്ട് എടുത്ത് ഒരൊറ്റ അടിയാ ഒരു കക്ഷിയെ. അരി ഇപ്പൊ പണ്ടേരം അടങ്ങി കിടക്കുക ഇല്ലയോ? എഴുതേക്കുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. പഴയ ദാതാക്കളാ. ഒത്തിരി ഉണ്ട്, ഒരെണ്ണം അടുക്കുന്നില്ല. ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു അന്ന്. കനാലില്ലല്ലയോ? കനാല് വന്നില്ല. ഇല്ല, കനാല് വന്നില്ല ചേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് ഓടി നേരെയാ വന്നത്. അവിടെ എന്ത് ചെയ്ത് യവൻ പോയി താഴെ വീണ് കഴിഞ്ഞപ്പോൾ വാസുവിന് അത് കഴിഞ്ഞ ഭാനുവിനെ 2 പേരോടും പോയി ഓട്ടാന്ന്. ഭാനു പടിഞ്ഞാട്ട് ഓടി, വാസു തെക്കോട്ട്. എവന് അടി വല്ലാതായി പോയില്ല. അപ്പൊ എവരെ അടിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനാർത്ഥം കത്താത്ത വിവരമാണ് വിളിക്കുന്ന ഇവിടെ പലരിക്കടയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ്റെ ഒരു തലയെക്കെട്ടുമൊക്കെ കെട്ടി ഉച്ചയ്ക്ക് തൊട്ടാവാടി പാനിയായിട്ട് ഞങ്ങൾ ഇവിടുത്തെ കിട്ടും ശരി. ആരെല്ലാം ഒരു കൺട്രാക്ട് ആരൊക്കെ ഞങ്ങളെല്ലാം ഇവിടെ അന്ന് ചീട്ടുകളിയുണ്ട് ഇവിടെ സ്കൂളിലല്ലയോ? സുഗതൻ പൂരമോടി സുഗതന് ഞങ്ങളെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പോയിട്ട് ജനാർദ്ദൻ കച്ചാറിൻ്റെ ഒരു തലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അന്ന് അടിയൊക്കെ നടന്ന സമയമാണ്. ഞാൻ അന്നേരം ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞ ചീട്ട് കളിക്കാൻ വന്നു. അവസാനം എൻ്റെ പുറകെ വന്നു ഇന്നിപ്പോൾ ഇല്ല. അടി നടന്ന വിവരമെല്ലാം അറിഞ്ഞോണ്ട് വരുവാ. എന്നെ ഒന്ന് നോക്കി. ഞാൻ ഇങ്ങനെ നോക്കി ഞങ്ങൾ ചീട്ട് കളിയാ. പുള്ളിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അടി. അല്ലാതെ പുള്ളി ആരുടെ സൈഡല്ലല്ലോ. സൈഡല്ല, അടി നടന്നതിന് ഇഷ്ടപ്പെട്ടില്ല.
അന്ന് മുതലേ ഞങ്ങൾ വലിയ രോഗിവാ. ഇവിടെ കട നടക്കുമ്പം ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഇവിടുത്തെ കൊച്ചാട്ടിന്റെ അടി ആ ഒരു അടിയെ ഞാൻ കണ്ടിട്ടുള്ളു. ആ അതല്ല ഇവിടുത്തെ അന്നത്തെ അടിവീരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരി വന്ന കാലം മുതല് വെളുത്ത കുഞ്ഞുമായിട്ട് വെളുത്തോഞ്ഞ് ഞാൻ അടിക്കുന്നത് ആരുടെ ഉത്സവത്തിനാ അവരുടെ അമ്പലത്തില് എന്തായാലും അങ്ങനെ അടിയാ. ആലിഞ്ചോട്ടില് ആലിഞ്ചോട്ട് ഉത്സവത്തിലല്ല, സ്ഥിരം വെളുത്ത കുഞ്ഞുമായിട്ട് അടിയായിരുന്നു. വലിയൊരു ചട്ടത്തി ആയതാ ഹരി ആകാൻ ശ്രമിച്ചതാ. ഇന്ന് വരെ പിന്നെ അന്ന് അടി കൊണ്ടതും പിന്നെ ഇന്ന് വരെ ഒരൊറ്റ കുഞ്ഞുങ്ങളെ തള്ളി. ഏതടി? ഞാൻ അടി കഴിഞ്ഞ ഇവിടുത്തെ അടി കഴിഞ്ഞു. അതോടുകൂടി അരി ചുരുണ്ടു പോയോ? ഒറ്റയൊരുത്തരും തന്നെ അടി കൊടുത്തത് കൊടുക്കേണ്ട അടുത്താ കൊടുത്തത്. അണ്ണു ഇത് കേക്കുന്നുണ്ടോ? പഴയ റൗഡിയാ, ഇപ്പൊ 93 പറഞ്ഞിരിക്കുക. എന്നാ ഞങ്ങളോടൊന്നും വിട്ടാവോ? മലയിൽ കുതിരട്ട് കേശവപിള്ള എന്ന് പറഞ്ഞിട്ട് കാളക്കച്ചവടക്കാരൻ അയാളെ അടിച്ചതാ. ആര്? ഞാൻ. ആ പിന്നെ പോലീസുകാരെല്ലാം കൂടെ കൂടിയിട്ട് മധ്യസ്ഥയാണ്. ശരി. ഇനി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ വഴക്കുണ്ടായിരുന്നില്ല. കാരണം അമ്മാവനും ഞാനും കുട്ടപ്പനും അളിയനും ഞങ്ങൾ 4 പേര് പെണ്ണക്കര തെങ്ങിലേക്ക് തടി അർപ്പിച്ച് വരുക. കന്നിമാസത്തിലാണ്. ഉടനെ എന്ത് ചെയ്ത് കണിയാന്മാരുടെ ഇഞ്ഞപ്പുറത്തോട്ട് വളർന്നു വന്നപ്പോൾ സൈക്കിളെ വരുവായിരുന്നു. അമ്മാവൻ ഇങ്ങോട്ട് വന്ന് കന്നിമാസത്തിലെ കൊച്ചുമണി അമ്മാവൻ സൈക്കിൾ കൊണ്ട് ഇടിച്ച് അമ്മാവൻ റോഡിന്റെ നടുക്ക് കമന്നടിച്ച് ഞാൻ ഓർത്ത് ചത്തന്ന്. പുള്ളിയുടെ ഈ സൈക്കിളിൽ വന്നവന്റെ അമ്മാവൻ ആ റേഷൻ കട ഗോപാലക്കുറുപ്പും പിന്നെ അമ്പിളിയുടെ അച്ഛനും അച്ഛനും സർക്കിളാണ്. അവര് നോക്കി നിൽക്കുക ഈ സംഭവം. അടി കഴിഞ്ഞ് അപ്പൊ അങ്ങോട്ട് കയറുന്ന ഒരു പാറക്കല്ലയില്ല ചെന്ന് വീഴുന്ന അടിവിട്ട്. അമ്മാവൻ എഴുന്നേറ്റ് പറയുക എനിക്കൊന്നും പറ്റിയില്ലടാ. അന്നോരെല്ലാവരും പേര് ഓടി അടിക്കണമെന്നാണ്. ഉടനെ ഗോപാലക്കുറുപ്പ് പറഞ്ഞവന്റെ എന്റെ ദേഹത്ത് തൊട്ടേക്കരുത്, നിന്റെയിലാടാ തെറ്റ്. നീ ഇറക്കമിറങ്ങി വന്ന് ഇടിക്കുക. ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാറമ്പട ഗോപാലക്കുറുപ്പ് അല്ല, റേഷൻ കട. ഓ പഴയ മറ്റേ ഇവിടുത്തെ പിന്നെ പടിപ്പുറപ്പടിയിലുണ്ടായിരുന്ന ഗോപാലക്കുറുപ്പ്. അങ്ങനെ നല്ല മനുഷ്യനല്ലേ. ഉടനെ പറഞ്ഞവന്റെ ദേഹത്ത് നീ തൊട്ടേക്കരുത്, നിന്റെയിലാടാ തെറ്റ്. തന്നെയല്ല, നീ അവന്റെ ദേഹത്ത് തൊട്ടാ അവനും നീ എനിക്ക് ഇനിയും കിട്ടും. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. അടി കിട്ടിയിട്ടുണ്ടോ ചേട്ടന്? ഇല്ല ഇല്ല, പേടിച്ച ആൾക്കാർ അന്ന് എനിക്കില്ലേ മനസ്സാ. അതെ മനസ്സാണ്. ഈ 10-18 വേണ്ടി ഒറ്റ ശ്വാസത്തിന് ഈ പുറം കൊണ്ട് പോക്കി. അല്ല, ഞാൻ ഈ ശതമാനത്തിനെ കാണാൻ തുടങ്ങിയ മുതൽ ഇതുപോലെ തന്നെ ആയിരിക്കുന്നു കേട്ടോ. അന്നത്തെ ആ മനസ്സിൽ 61 വർഷം മുമ്പ് മുതല് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ഇപ്പൊ ഇച്ചിരി കൂനിട്ടുണ്ട്. കൂനുണ്ടോ ചേട്ടാ? ഇപ്പൊ കൂനുണ്ട്. ഈ കൂന് വന്ന എങ്ങനെയാണെന്നറിയാവോ? ഈ തടിയറപ്പത്തിന് മേളിൽ കയറി നിന്നിട്ട് കുനിഞ്ഞു നിന്നാണ് അറക്കുന്നത്. അങ്ങനെ വന്നല്ലേ കുന്? പിന്നെ ചില്ലറയാണോ തടി പുറം കൊണ്ട് പൊക്കി ഒറ്റ ശ്വാസത്തിന് മുട്ടിന് 2 കൈ കൊടുക്കണം. കൊടുത്തേക്ക് ഒറ്റ പൊക്കിന് ഇഴ മാറ്റാനാ. ഇഴ മാറ്റാനല്ലേ? അതിലൊക്കെ പണി കിട്ടിയത്. സുനിയെ നമസ്കാരോടാ. എന്തായാലും പണ്ടത്തെ താരമായിരുന്നു. ഇപ്പൊ അത്ര 93 അടുത്ത മാസത്തിൽ 94 തുടങ്ങുക. നമ്മുടെ VS 101 പണ്ടാരോളം കിടക്കുക. ഇപ്പൊ പൈപ്പൂരിയെ തട്ടിപ്പോന്നാ പറയുന്നത്. സർക്കാരിന് പൈപ്പൂരാൻ പേടി. ഒച്ചാട്ടിന് ഇനി ഒരു 10-20 വർഷം കൂടെ ഒക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഇല്ല കണ്ടാ? അത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡെയിലി വരുമോ ചായ കുടിക്കാൻ? അപ്പുറത്ത് പിന്നെ രായന്റെ അവിടെ നിന്നില്ലേ സാപ്പാട് ഒക്കെ? സുഖന്റെ അവിടെ പോവും? ഇപ്പൊ തന്നെ ഉള്ളില്ലയോ വീട്ടില്? വീട്ടിൽ തന്നെ. ആർക്ക്? അപ്പൊ ഒരു മുറി മാത്രം കൊച്ചാട്ടനോ? അവനങ്ങ് പോയി. അവനാ വീട്ടിൽ ഫാമിലിയാന്ന് വെച്ചടാ? എന്താ റബ്ബർ വെട്ടുകാരാ? എന്തോ? അല്ലല്ല, അവിടെ ഭർത്താവ് കോട്ടപ്പുറമ്പിലെ ഈ വണ്ടികൾ പാല് കച്ചവടം. ഇതിലവിടെ 10 മണിയാകുമ്പോൾ പാല്. പിന്നെ പെണ്ണും പിള്ളക്ക് ചെയ്യുന്നവര് അവള് തയ്യക്കട, പച്ചക്കറിക്കട. പച്ചക്കറിക്കടയില്ല, തയ്യലുണ്ടായിരുന്നു. തയ്യൽ വൈകിട്ട് വീട്ടിൽ വന്നിരുന്ന് തയ്യലുണ്ട്.
എനിക്ക് ഓരോരുത്തർ കൊടുക്കും. എവിടാ പച്ചക്കറി കട? കല്ലിശ്ശേരില്ല ആ. കടയിൽ പോകുന്നു. വാടക എത്ര രൂപ ഉണ്ട് ഇതിന്? 2500 രൂപ കുറവാന്നോ? ഈ നാട്ടിൻപുറത്ത് 2500 കിട്ടിയാ പോരെ? അതിന് വേറെ കാര്യമുണ്ട് പറയാം. ഞാനൊരു മുറി കൊടുത്തില്ല. ഒന്ന് എനിക്കൊരു അനക്കവും മെനക്കവും ഉണ്ടല്ലോ. ആ കൂട്ടുണ്ട്, അത് ശരിയാ. അതാണ്. അല്ലെ പിന്നെ മക്കളെ വീട്ടിൽ പോയി കിടക്കണ്ട. അത് വേണ്ട. അത് വേണ്ട. പിന്നെ ഇല്ല ഞാൻ പോട്ടെ. വാടക മേടിക്കുന്ന വെച്ചാട്ടം മേടിക്കും അതോ? ഞാനോ പൈസയായിട്ടൊക്കെ ഞാനോ അല്ല അവരാരും കാശ് കുറെ കാണുമല്ലോ ചേട്ടാ. ഒന്നും അവൻ പിന്നെ കൊച്ചവന്റെ പേരെന്തുവാ? കൊച്ചവന്റെ രാജേഷ്. അവൻ ഇപ്പം മറ്റേറ്റില്ല. അല്ല അവൻ വിളിച്ചില്ലേ അവിടെ ചെല്ലാന്? വിളിക്കും. പിന്നെ എല്ലാരും വിളിക്കും. അല്ല അവനല്ലേ വിളിക്കണ്ട, അവനല്ലേ അവിടെ താമസിച്ചോണ്ടിരുന്നു. അവൻ പോയാൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകണ്ടായോ? ഞാൻ പോകാൻ ചോദിച്ചു. കിട്ടാപ്പി ഇപ്പൊ എന്താ പഠിക്കുന്നത്? മൂത്തവിടെ പേര് കൃഷ്ണപ്രിയ. ജോലിയായി എവിടെ? എറണാകുളത്ത് എഞ്ചിനീയറാ. ആന്നോ? അത്രയായോ അവള്? ഞാൻ അവളെ ഞാൻ തീരെ കൊച്ചിലെ ഞാൻ അവളോട് ചോദിച്ചു എന്താണ് ഇതിന്റെ പേരെന്ന് ചോദിച്ചിട്ട് എന്നോട് വന്ന് കിട്ടാപ്പി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് പോലെ കിട്ടാപ്പി എന്നാ വിളിക്കുന്നത്. അത് ശരി. കൊച്ചവളോ? കൊച്ചവനെ ചെറുക്കൻ? അവൻ കോളേജ്. ആ അവനും അത്രയായോ? അയ്യോ ഇവര് തീരെ ചിരി ഉള്ളപ്പോഴാണ് ഞാനിവിടെ ഒക്കെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അക്കരെ ഇക്കരെയായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. പിന്നെ ചെറുപ്പം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും. ഓ അണ്ണന് കാശൊന്നും വേണ്ട. അപ്പൊ ശരി ചേട്ടാ, താങ്ക് യു. ഞങ്ങളുടെ ആൾക്കാർക്ക് എല്ലാവരും ഹൈ ഇട്ടെ. ഒരു നല്ല കലക്കനൊരു ചിരി.